ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ല ഒറിജിനൽ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആനന്ദ് പൂർണ്ണമായിട്ടും ദേവീനെ ഒഴിവാക്കിയ മട്ടാണ് കേട്ടോ. അപ്പൊ ബാലൻ വിളിക്കുന്നുണ്ട്, മോനെ ദേവീനെ ഒന്ന് വന്ന് കാണും. നീ ഒരു പ്രാവശ്യം നിന്റെ മാനസികാവസ്ഥ എനിക്ക് അറിയാം, പക്ഷെ നീ ഒരു പ്രാവശ്യം ദേവീനെ വന്ന് കാണുകയാണെങ്കിൽ അത് അവൾക്ക് വല്ലാത്ത ആശ്വാസവും. അച്ഛൻ മറിയാതൊക്കെ എന്റെ അടുത്ത് പോവാൻ നോക്ക്. എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരുവാണ് എന്ന് എനിക്കിപ്പോ ആകെ സമനില തെറ്റിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ശേഷം ബാലൻ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ആര്യനോടും അതുപോലെ തന്നെ ആകാശിനോട് പറയണ്ട, അവനെ നിങ്ങൾ വേണം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ പറയാണ്. അങ്ങനെ ആകാശും ആര്യനും കൂടി ആനന്ദിനോട് സംസാരിക്കുമ്പോൾ ആനന്ദ് ഉറച്ച തീരുമാനം പറയാണ്, എന്റെ കുലിനെ നഷ്ടപ്പെടുത്തിയത് അവൾ ഒറ്റൊരുത്തിയാണ്. അവളോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് അവളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയാണ്. അപ്പൊ ആര്യം പറയണ്ട, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്? ദേവിയെടുത്ത് എന്ത് തെറ്റാ ചെയ്തത്? ദേവിയെടുത്ത് അങ്ങനെ ശ്രദ്ധയില്ലാതെ നടക്കോ പിടിക്കോ ചെയ്ത് ഞങ്ങൾക്ക് തോന്നണില്ല. ഇതെന്തോ അബദ്ധം സംഭവിച്ചതാണ്. അല്ലാതെ ദേവിയെടുത്ത് ചേട്ടനെക്കാളും നല്ല കെയറിലാണ് കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നത്. അവളുടെ ഒരു നോട്ടം, അവളുടെ നോട്ടമൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയണം ആകാശ്. പണ്ടേട്ടാ ഇത് നോക്ക്, കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് ചേട്ടനെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഏട്ടത്തിനെ ഇങ്ങനെ കുത്തി നോവിക്കുക, ഏട്ടത്തിനെ വേദനിപ്പിക്കുക, ഇതൊന്നും അത്ര നല്ലതല്ല ഏട്ടാ. ഞങ്ങൾക്ക് നല്ലതൊക്കെ പറഞ്ഞത് ഏട്ടനായിരുന്നു. ആ ഏട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ ആവുമ്പോ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടനൊന്ന് ഏട്ടത്തിനെടുത്ത് വാ. ഏട്ടനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളാ പറഞ്ഞത് ഏട്ടനെ വിളിച്ചോണ്ടിരാന്ന്. വാ ഏട്ടാ, നിങ്ങളൊന്ന് കൈവിട്ടേ എന്ന് പറയാണ്. അപ്പൊ ആകാശ് ആര്യനോട് പറഞ്ഞിടാ, ഏട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ. ഏട്ടന്റെ മനസ്സിന് ആ ഒരു പ്രശ്നവും കാര്യങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏട്ടനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ, നമുക്ക് പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് ആകാശ് ആര്യനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ ആര്യൻ ആകാശിനോട് മാത്രമായിട്ട് പറയുന്നുണ്ട്, ഏട്ടാ എനിക്കെന്തോ വല്ലാത്ത സംശയം പോലെ എന്ന് ആകാശിനോട് പറയാണ്. ആകാശ് ചോദിക്കണ്ടേ, എന്താ കാര്യം? അല്ല ഏട്ടൻ എന്തോ അല്ലാതെ മനസ്സിലെന്തോ കുറിച്ചിട്ട പോലെയാ എനിക്ക് തോന്നുന്നത്. ഏട്ടന്റെ ഉറച്ച തീരുമാനം തന്നെയാ. ഇത് വിഷമം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലെ ആദ്യ കൊണ്ടോ ഒന്നും പറയുന്നതല്ല. ഏട്ടന ശരിക്കും ഏടത്തിരുത്ത് വല്ലാത്തൊരു പകയും ദേഷ്യവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നീ അതിപ്പോ വിഷമത്തിലായിരിക്കും ആര്യ, അല്ലാതെ വേറൊന്നും അല്ല. ഞങ്ങൾ ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നല്ലോ. ഇത് ഉറപ്പായിട്ടും എന്തോ ഒരു ദേഷ്യത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യണത്. എനിക്കതല്ല പേടി. നമ്മൾ ഇനി ഏട്ടത്തിടുത്ത് എന്തു പറയും? നമ്മൾ ഏട്ടനെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞതല്ലേ, ഇനി നമ്മൾ ഏട്ടത്തിടുത്ത് എന്തു പറയും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആകാശ് പറയുന്നില്ല, ഏട്ടനെ നമ്മള് കുറച്ച് ദിവസം ഈ കുഞ്ഞിന്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കാന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാടല്ല, അതിപ്പോ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ്. ശേഷം ദേവിയുടെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ബാലനോടും അതുപോലെ തന്നെ ഗോമതിയെടുത്തും പറയാണ്, അതെ ദേവീന നാളെ ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരുടെ മനസ്സിൽ വേണം. ദേവിനെ സപ്പോർട്ട് ആയിട്ടിരിക്കണം. അല്ല, ദേവിയുടെ ഭർത്താവ് ആനന്ദിനെ പിന്നെ കണ്ടേയില്ലല്ലോ, ആനന്ദ് എവിടെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ബാലൻ പറയേണ്ട, ആനന്ദിനെ ഞങ്ങള് മാറ്റി നിർത്തിയിരിക്കുക ഡോക്ടർ. അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊള്ളാം, ഭാര്യനെ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ. ഗോമതി പറയുന്നുണ്ട്, ഡോക്ടർ വിചാരിക്കുന്ന പോലെയല്ല, ദേവിനെക്കാളും കുറച്ച് കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചത് നമ്മുടെ ആനന്ദ് തന്നെയായിരുന്നു. അതുകൊണ്ട് അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എവിടെയെങ്കിലും ഓടിപ്പോകാൻ വേണ്ടി തയ്യാറായതാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ദേവീനെ പോലെ തന്നെ ആനന്ദിന്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ശരി, എന്നാ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ദേവിയുടെ കുളിക്കേണ്ടതും മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഗോമതിയടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാനും മീനാക്ഷിയും ദേവിയുടെ അടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കാം ഡോക്ടർ എന്ന് പറയാണ്. ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ ഡിസ്ചാർജ് ഞാൻ എഴുതിയിട്ടുണ്ട്, നാളെ രാവിലെ തന്നെ പോയിക്കോളൂ എന്ന് പറയാണ്. ഓക്കെ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ദേവി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആനന്ദേട്ടനെ കാണണോ അമ്മേ? ഇത്രയും 2 ദിവസമായി ഇപ്പൊ ഇവിടെ കിടക്കുന്ന, നാളെ ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോകാണ്. ആനന്ദേട്ടൻ ഇതുവരെ എന്റെ അടുത്ത് വന്നില്ലല്ലോ. ആനന്ദേട്ടൻ എന്നോട് ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണോ അമ്മേ? എന്നെ വെറുപ്പാണോ എന്നൊക്കെ ദേവി ചോദിക്കുമ്പോഴേക്കും ഗോമതി പറയണ്ട, മോളെ നീ ഇങ്ങനെ വേദനിക്കല്ലേ, ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്നാലും ആനന്ദേട്ടൻ എന്താ അമ്മ വരാത്തത്? ഞാൻ എത്ര നേരം ആനന്ദേട്ടനെ കാത്തിരിക്കണത്. ആനന്ദേട്ടൻ അറിയാലോ ഞാൻ ആനന്ദേട്ടനെ കാത്തോട്ടിരിക്കുകയാണെന്ന്. പിന്നെ ആനന്ദേട്ടൻ എന്താ വരാത്തത്? നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എന്താ അമ്മേ, ആനന്ദേട്ടനെ എന്നെ കാണണ്ടെന്ന് പറഞ്ഞോ? മോളെ നീ എന്നെ വേദനിക്കല്ലേ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ സമാധാനമായിട്ടിരിക്കേ എന്ന് പറയണം. അങ്ങനെ മീനാക്ഷി പണ്ട് അമ്മ അച്ഛനും വീട്ടിലേക്ക് പോയിക്കോ, അവിടെ അനുമോളും അമ്മായി നമ്മുടെ സുകന്യ ചേച്ചി ഒറ്റയ്ക്കല്ലേ, അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയാണ്. അപ്പൊ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് ബാലൻ പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം, ഗോമതി നീ വേണമെങ്കിൽ ആകാശിന്റെയും ആര്യന്റെയും കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഗോമതിനെ പറഞ്ഞയക്കാണ്. ശേഷം മീനാക്ഷിയും അതുപോലെ തന്നെ ബാലനും മാത്രമാണ് ദേവിക്ക് കൂട്ടായിട്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ആനന്ദ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഗോമതിയും അതുപോലെ തന്നെ ആര്യനും ആകാശും വീട്ടിലെത്തുമ്പോ അവിടെ ആനന്ദ് ഇരിക്കുകയാണ്. അപ്പൊ ആനന്ദിനോട് ആര്യൻ ചോദിക്കുന്നുണ്ട്, അല്ല
അല്ല ഏട്ടനപ്പ ഇവിടെ എത്തി? ഞാനിതിനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണ്? അവിടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കാട്ടോ ആനന്ദ്. കേട്ട് ആകാശ് പറയണ്ട്, ഏട്ടൻ എന്തൊക്കെയാ പറയണത്? അവിടെ ഏട്ടത്തി കിടക്കയല്ലേ? ആ, നിങ്ങളുടെ ഏടത്തിയായിരിക്കും, പക്ഷെ എന്റെ ആരുമല്ല. ഏട്ടാ ദേ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഞാൻ ഇന്നലെ വിചാരിച്ചത് ഏട്ടന്റെ വിഷമം കൊണ്ട് പറയണേന്നാണ്. പക്ഷെ ദേ ഇതിപ്പോ ഇത്തിരി കൂടുതലാണ് ഏട്ടാ. ഇതിപ്പോ 3 ദിവസമായി. ഏട്ടത്തിയുടെ മാനസികാവസ്ഥ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടത് കൊണ്ട് പറയാണ്. ഏട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറല്ലേ. ദേ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അകത്തേക്ക് പോവാണ്. അതൊക്കെ കണ്ട് ഗോമതി ആകെ പൊട്ടിക്കരയാട്ടോ. ആര്യനും ആകാശം സമാധാനപ്പെടുത്തണ്ട, അമ്മേ കുഴപ്പമൊന്നുമില്ല, ഏട്ടത്തി വന്ന് സംസാരിക്കുമ്പോഴേക്കും എല്ലാം റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ ദേവിനെ ഡിസ്ചാർജ് ആക്കാണ്. ദേവി ബാലനോട് ചോദിക്കണ്ട്, ആനന്ദേട്ടൻ വരോ ബാലച്ച എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദും ഗോമതിയൊക്കെ വീട്ടിലെത്തി. മോളെ, നമ്മള് ഡിസ്ചാർജ് ചെയ്തല്ലോ ഇന്നലെ തന്നെ, മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവരിപ്പോ വരും എന്ന് പറയാണ്. അങ്ങനെ ദേവീനെയും കൂട്ടിക്കൊണ്ടിട്ട് അവര് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലേക്ക് പോകുമ്പോ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അനുവിന് ദേവിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടോ. ആ സമയം അനു ആണെങ്കിൽ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുകന്യ ദേവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ദേവിക്ക് ഇപ്പൊ വേദനയൊക്കെ ഉണ്ടോ? ആ, എന്ത് ചെയ്യാനാ, കുഞ്ഞു നഷ്ടപ്പെട്ടു പോയല്ലോ, അതിനുള്ള യോഗമില്ലെന്ന് വിചാരിക്കാം എന്നൊക്കെ കുത്തി നോവിക്കാട്ടോ. അത് കേട്ട് ഗോമതി പറയുന്നുണ്ട്, സുകന്യെ പ്ലീസ് ഈ സമയത്ത് അവളോട് കുഞ്ഞിന്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തല്ലേ. ദേ നിങ്ങൾ ആരും ഇനി കുഞ്ഞിന്റെ കാര്യം അവളോട് പറയരുത് ദൈവത്തെ ഓർത്ത് എന്ന് പറഞ്ഞിട്ട് ദേവിനെ അകത്തേക്ക് കിടത്താണ്. ആ സമയത്ത് ദേവി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആനന്ദ് നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും ദേവി ചോദിക്കേണ്ട, ആനന്ദേട്ടൻ എവിടെ, ആനന്ദേട്ടൻ എവിടെയെന്ന്. അപ്പൊ ആനന്ദ് അവിടെ അപ്പോഴേ പോയിട്ടോ. രാത്രിയാകുമ്പോ ആനന്ദിനെ കാണാലോ എന്ന് വെച്ചാൽ ദേവി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ആനന്ദ് വരുന്നുണ്ട്. ആനന്ദിനെ കാണുമ്പോൾ തന്നെ ദേവി സന്തോഷിച്ച, ആനന്ദേട്ട ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു, എന്താ ആനന്ദേട്ട എന്റെ അടുത്ത് വരാതിരുന്നത്? നീ എന്റെ അടുത്ത് മിണ്ടല്ല ദേവി, എനിക്ക് നിന്നോട് ദേഷ്യമാണ്, വെറുപ്പാണ്, അറപ്പാണ്. ആനന്ദേട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലേ? നീ കാരണമാണ് എനിക്ക് എന്റെ കുഞ്ഞിന് നഷ്ടമായത്. ആനന്ദേട്ട ആ കുഞ്ഞ് ആനന്ദേട്ടന്റെ മാത്രമാണോ, എന്റെയും കൂടിയല്ലേ എന്ന് പറയുമ്പോഴേക്കും അങ്ങനത്തെ ഒരു വിചാരം നിനക്ക് ഉണ്ടായിരുന്നോ? നീ നിന്റെ തോന്നിയ പോലെ നടന്നു, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, എന്നിട്ട് അവസാനം ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയപ്പോ സമാധാനായില്ലേ? നോക്ക് ദേവി, എനിക്ക് നിന്റെ മുഖം കാണുന്ന തന്നെ ദേഷ്യമാണ്. ആനന്ദേട്ടനെ എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഞാൻ. അതിനിടക്ക് ആനന്ദേട്ടൻ ഇങ്ങനെ കുത്തി നോവിക്കുകയാണെങ്കിൽ എന്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. ആഹാ, അങ്ങനെയാണോ? നിനക്ക് എന്ത് പറ്റും? നീ പോയി ചാവോ? പോയി ചാവടി, പോയി ചാവ്, നീ ചത്താ എനിക്ക് എന്താണ് എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പൊട്ടിച്ചിരിക്കാട്ടോ. ദേവി ചോദിക്കണ്ടപ്പോ, ഞാൻ ചത്താലും ആനന്ദേട്ടന് ഒരു കുഴപ്പമില്ലല്ലേ? ആനന്ദേട്ടൻ കുഞ്ഞിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ? അതെ. നീ എന്താ വിചാരിച്ചത്, നിന്നെ പാട്ടുപാടി ഉറക്കുമ്പോഴും ഭക്ഷണം കഴിപ്പിക്കുമ്പോഴൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? അല്ല മോളെ ദേവി, അതെന്റെ കുഞ്ഞിനെ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ നിന്നെ സ്നേഹിക്കേണ്ട കാര്യം എന്താണ്? പച്ചക്കള്ളി, കള്ളി, പെരും കള്ളി, കുടുംബക്കാര് മൊത്തം കള്ളന്മാര്, ഇറങ്ങിപ്പോയിക്കും എന്റെ വീട്ടിൽ നിന്ന്. അപ്പോ ഞാൻ ചത്താലും കുഴപ്പമില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല എന്ന് പറയണം. ശരി ആനന്ദേട്ടാ, എങ്കിൽ ഞാൻ ചാവാം, ആനന്ദേട്ടൻ അതല്ല സന്തോഷം, ഞാൻ ചത്ത് കളഞ്ഞോളാം എന്നൊക്കെ പറയാട്ടോ ദേവി. അങ്ങനെ ആനന്ദ് ശരിക്കും അവോയ്ഡ് ചെയ്യാണ് ദേവിനെ. അതോടുകൂടി ദേവി ഒരു കാര്യം വിചാരിക്കുകയാണ്, മടുത്ത് ഈ ജീവിതം, ഇതോടുകൂടി ഈ ജീവിതം നിർത്താം എന്ന് പോലും ദേവി വിചാരിച്ച ആത്മഹത്യയിലേക്ക് പോലും ദേവി പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.